ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത പുതിയാപ്പ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ചേച്ചിയും ചേട്ടനും പിന്നെ തുമ്പിയും കൂടിയാണ് പോണത്. ഞങ്ങൾ ബൈക്കിലാണ് പോയത്. അപ്പം കോഴിക്കോട് ബീച്ച് വഴിയാണ് പോണത്. ഇതാ ബീച്ചിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നല്ല തിരക്കുമാണ്. പിന്നെ പോകുന്ന വഴിക്ക് അമ്മേനെയും അച്ഛനെയും കണ്ട് പിന്നെ അവിടെ കയറി ഞങ്ങളൊരു ചായയും ഒക്കെ ഓർഡർ ചെയ്തിങ്ങനെ ഇരുന്ന്. അപ്പം അമ്മ ഫുഡ് കഴിക്കാമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓംലേറ്റൊക്കെ വന്ന് ഞങ്ങൾ ഓംലേറ്റ് കഴിച്ച് പിന്നെ ചായ വന്നു, ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങി പിന്നെ പുതിയാപ്പ ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ ഭയങ്കര ബ്ലോക്കാണ് അവിടെ. കാരണം ഈ ഉത്സവം നടക്കുന്നതിനെ കൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ട് ഈ ലൈറ്റ് കാണാനാണ് ഞങ്ങൾ വന്നത്. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ. കാരണം അത്ര എന്താ പറയുക, വാക്കുകളില്ല അതിന് പറയാൻ. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഒത്തിരി ലൈറ്റ്സ് ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് കാണാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. ഈ തിരക്കിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞങ്ങൾ വണ്ടി പോണത്. അപ്പോൾ പല നിറത്തിലിങ്ങനെ കളറുകൾ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഇതാണ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാണാനുണ്ട്. ലൈറ്റ്സ് ഒരു തല മുതൽ അങ്ങേ തല മുതൽ വരെ ലൈറ്റ്സാണ്. പിന്നെ ഇതാണ് ഈ അമ്പലത്തിൻ്റെ മുമ്പിലാണ് ചെയ്തിരുന്നത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ കുറച്ച് അപ്പുറത്തൊക്കെ ഇതുപോലെ തന്നെ ലൈറ്റ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കയറാണ്ട് ഞങ്ങൾ ഈ ലൈറ്റ് കാണാൻ വേണ്ടിയാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുമ്പി ഇറക്കി അലമ്പൊക്കെ ഉണ്ടാക്കണുണ്ട്. കാരണം തിരക്കിൽ ആദ്യമായിട്ടാണ് തുമ്പിനെയും കൊണ്ടിങ്ങനെ അധികം തിരക്കുള്ളിടത്തൊന്നും തുമ്പിനെയും കൊണ്ട് അങ്ങനെ പോകലില്ല. അപ്പോൾ ഈ ബ്ലോക്കൊക്കെ കണ്ടിട്ട് തുമ്പിക്ക് ആകെ വെറീസ് ആവണുണ്ട്. അപ്പോൾ അതിൻ്റെ അലമ്പൊക്കെ ഉണ്ട്. പക്ഷേ ഈ ലൈറ്റ്സൊക്കെ കാണുമ്പോൾ കുറച്ചൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഫുള്ള് റോസ് ലൈറ്റ് വന്ന് ഇതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങളിതാ ലൈറ്റ്സൊക്കെ കണ്ട് ലൈറ്റ്സ് ഒരുവിധം കഴിയാറായി, എൻഡിങ്ങിലെത്താനായി. ഞങ്ങൾ ലൈറ്റ്സിൻ്റെ എൻഡിങ്ങിലെത്തുമ്പോൾ ഒരു ശിവൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇതാണ് ലാസ്റ്റ്. ഇനി അങ്ങോട്ട് ലൈറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് തിരിച്ച് പോകുന്നു. അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തിങ്ങനെ നിന്ന്. പിന്നെ തുമ്പിക്ക് മണ്ണൊക്കെ കണ്ടപ്പോൾ ഇറങ്ങി നടക്കാൻ തോന്നി. നടന്ന് ഇതേപോലെ ലൈറ്റ്സിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയാണ്. അവിടെ അടുത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ടിലായിരുന്നു മെഗാ തിരുവാതിര ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ തിരുവാതിര ഒന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ കഴിഞ്ഞപ്പോഴാണ് വന്നത്. പിന്നെ ഞങ്ങൾ ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് പിന്നെ തുമ്പി നല്ല കളിയായിരുന്നു. ലൈറ്റെത്തുന്ന ഷൂ ഒക്കെ ഇട്ട് ഭയങ്കര കുളൂസായിട്ട് നടക്കായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു. സമയം കാരണം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരുമ്പോൾ. പിന്നെ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത്. ഞങ്ങൾ ഫ്രൈഡ് റൈസാണ്, ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ മെല്ലെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അടുത്ത വീഡിയോ